BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് കോർപ്പറേഷൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങൾ. 2 വർഷത്തിനിടെ ഇത്തരം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രം 95 ലക്ഷം രൂപ ചെലവഴിച്ചതിന്റെ രേഖകൾ പുറത്ത്. 2020 ഏപ്രിൽ മുതൽ 2022 ഡിസംബർ വരെയുള്ള ചെലവാണിത്. 2020-21 36 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി. 2021-22 59 ലക്ഷമാണ് ഈ ഇനത്തിൽ ചെലവഴിച്ചത്. പൊതുപ്രവർത്തകനായ രാജു വാഴക്കാല വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് കോർപ്പറേഷൻ മാലിന്യ ചെലവുകളുടെ കണക്കുകൾ പുറത്തുവിട്ടത്. ആദ്യം നൽകിയ അപേക്ഷയിൽ വിവരങ്ങൾ പുറത്തിടാൻ കോർപ്പറേഷൻ മടിച്ചിരുന്നു. അപ്പീൽ അപേക്ഷയെ തുടർന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയ ഹിയറിംഗിലെ നിർദ്ദേശത്തെ തുടർന്നാണ് വിശദാംശങ്ങൾ ലഭ്യമാക്കിയത്. ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യ നീക്കത്തിന് കൊച്ചിയിൽ കോർപ്പറേഷന് 58 വാഹനങ്ങൾ സ്വന്തമായുണ്ട്. ഇവയ്ക്ക് പുറമെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലായി 60 വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും മാലിന്യ നീക്കത്തിന് ഉപയോഗിക്കുന്നു. 3400 മുതൽ 3640 രൂപ വരെ പ്രതിദിന വാടക നിരക്കിലാണ് ഈ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത്. മാലിന്യ ശേഖരണത്തിനും ഇവ വാഹനങ്ങളിൽ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി 959 ജീവനക്കാരുണ്ട്. ഇതിൽ 799 സ്ഥിരം ജീവനക്കാരുണ്ട്. 160 പേർ താൽക്കാലിക ജീവനക്കാരാണെന്നും കോർപ്പറേഷൻ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിനെതിരെയുള്ള വാദം ഹൈക്കോടതിയിൽ തോറ്റെങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കവുമായി വനം വകുപ്പ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ദൂരം വനം വകുപ്പിന് അവകാശമില്ലെന്നും ദേശീയപാത അതോറിറ്റി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയരുതെന്നുമുള്ള മെയ് 28 ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നീക്കം. എന്നാൽ ഇതിനെ നിയമപരമായി തന്നെ പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിലാണ് ഇവിടത്തെ ജനങ്ങൾ. ഇടുക്കി എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം കോറിഡോർ കൂടിയാണ്. 980 കോടി രൂപ മുടക്കിയാണ് ഈ പാത നവീകരിക്കുന്നത്. എന്നാൽ പാതയുടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ദൂരം വനമാണെന്നാണ് വനം വകുപ്പിന്റെ വാദം. ഇവിടെ നിലവിലുള്ള വീതിയിൽ കൂടുതൽ ടാറിംഗ് നടത്താനോ കാനകൾ നിർമ്മിക്കാനോ സംരക്ഷണ ഭിത്തി കെട്ടാനോ സാധ്യമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് റോഡ് നവീകരണത്തെ എതിർക്കുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഫോർട്ട് കൊച്ചി വൈപ്പിന് യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകാൻ കഴിയുന്ന ബോട്ട് സർവീസ് നിലച്ചിട്ട് 10 മാസം പിന്നിടുന്നു. ഇവിടെ സർവീസ് നടത്തിയിരുന്ന ഫോർട്ട് കെയിൻ യാത്രാ ബോട്ട് കഴിഞ്ഞ 10 മാസമായി തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ്. കൊച്ചി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ട് സർവീസും റോറോ സർവീസ് നടത്തുന്നതിനുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കിൻകോയാണ്. പലപ്പോഴും ഒരു റോറോയാണ് സർവീസ് നടത്തുക. ഇതിൽ തന്നെ ഭൂരിഭാഗം വാഹനങ്ങളാകും. വാഹനങ്ങളില്ലാതെ വരുന്ന യാത്രക്കാർക്ക് ഏറെ സഹായകമായിരുന്നു ബോട്ട് സർവീസ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഈ ബോട്ട് എവിടെയാണെന്ന് പോലും നഗരസഭയ്ക്ക് അറിയാത്ത സാഹചര്യമായിരുന്നു. ഒടുവിൽ പൊതുപ്രവർത്തകൻ ഹാരിസ് അബു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴാണ് ബോട്ട് കിൻകോയുടെ മറൈൻ ഡ്രൈവിലുള്ള ജെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന മറുപടി ലഭിക്കുന്നത്. സർവീസ് നടക്കാത്തത് ലൈസൻസ് കാലാവധി കഴിഞ്ഞത് മൂലമാണെന്ന് മറുപടി. 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ടിന്റെ ലൈസൻസ് പുതുക്കാൻ അധികൃതർക്ക് മാസങ്ങളായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. നേരത്തെ സ്വകാര്യ ഏജൻസികൾ നടത്തിയിരുന്നപ്പോൾ പോലും ബോട്ട് സർവീസ് കൃത്യമായിരുന്നുവെന്നതാണ് വസ്തുത. ലാഭകരമല്ലാത്തതിനാൽ കിൻകോയ്ക്ക് ബോട്ട് സർവീസ് നടത്താൻ താൽപ്പര്യമില്ലെന്നും ആക്ഷേപമുണ്ട്. എറണാകുളം പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ യുവാവ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. തൃശൂർ സ്വദേശിയും ഡാൻസ് കൊറിയോഗ്രാഫറുമായ യുവാവാണ് ഹർജി നൽകിയത്. തനിക്കെതിരെയുള്ള ആരോപണം തെറ്റാണെന്നും പെൺകുട്ടി യഥാർത്ഥ പങ്കാളി താനല്ലെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. സെഷൻസ് കോടതി നേരത്തെ ഇയാളുടെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ ആൺസുഹൃത്തിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. തൃശൂർ സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. മെയ് 3 കൊച്ചി നഗരത്തെയാകെ ഞെട്ടിച്ച സംഭവം നടന്നു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായ അമ്മ റിമാൻഡിലാണ്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിനാലാണ് 23-കാരിയായ യുവതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.
കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് അധിക തസ്തിക സൃഷ്ടിച്ച സർവേയർമാരെ അടിയന്തരമായി നിയമിക്കണമെന്ന് താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു. ഏറ്റവും ജനത്തിരക്കേറിയതും കൈവശ ഭൂവുടമകൾ കൂടുതലുള്ളതുമായ കണയന്നൂർ താലൂക്ക് ഓഫീസിൽ സർവേ സംബന്ധമായ പരാതികൾ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അധിക സർവേയർമാരെ നിയമിക്കണമെന്നാണ് ആവശ്യം. തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിൽ പാസ്പോർട്ട് ഓഫീസിലെത്തുന്നവർക്ക് സൗജന്യ വാഹന പാർക്കിംഗ് അനുവദിക്കുക, പനമ്പുകാട് വല്ലാർപാടം പൊതുമരാമത്ത് റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, വല്ലാർപാടം ജംഗ്ഷനിൽ സ്പീഡ് ബ്രേക്കുകൾ, ഹൈമാസ് ലൈറ്റ് എന്നിവ സ്ഥാപിക്കുക, കടവന്ത്ര ഗാന്ധിനഗർ മാർക്കറ്റിൽ വിരിച്ചിരിക്കുന്ന മാർബിൾ അപകടം സൃഷ്ടിക്കുന്നതിനാൽ അത് നീക്കം ചെയ്യുക, വടക്കേക്കോട്ടെ എസ് എൻ ജംഗ്ഷൻ ഭാഗത്ത് ഫുട്പാത്തിൽ കൈവരികൾ സ്ഥാപിക്കുക, കൊച്ചി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ CSML നിർമ്മിച്ച ഫുട്പാത്തുകൾ തകർന്നു കിടക്കുന്നത് അടിയന്തരമായി നവീകരിക്കുക, മത്സ്യവ്യാപാര കേന്ദ്രങ്ങളിൽ വിഷാംശങ്ങൾ പരിശോധിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിച്ചു. JDS പ്രതിനിധി കുമ്പളം രവിയുടെ അധ്യക്ഷതയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രമുഖ നഗരങ്ങളെ കൊച്ചിയുമായി ബന്ധിപ്പിച്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ ആരംഭിക്കണമെന്ന ആവശ്യം. മധുര എറണാകുളം റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പറും കൊച്ചി ബംഗളൂരു ചെന്നൈ റൂട്ടിൽ വന്ദേ ഭാരത് ട്രെയിനുമാണ് എത്തേണ്ടത്. ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. കർണാടകത്തിലെ മൈസൂർ, ബംഗളൂരു, തമിഴ്നാട്ടിലെ മധുര, ചെന്നൈ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന വടക്കേ ഇന്ത്യക്കാരായ സഞ്ചാരികളെ കേരളത്തിലേക്കും ആകർഷിക്കാൻ വന്ദേ ഭാരത് സഹായകമാകും. ഒപ്പം കർണാടക, തമിഴ്നാട് സ്വദേശികളെയും കൂടുതലായി ആകർഷിക്കാൻ സാധിക്കും. വന്ദേ ഭാരത് ട്രെയിനിലെ മികച്ച യാത്രാ സൗകര്യവും ഗുണകരമാകും. മുത്തലാഖ് ചൊല്ലി യുവതിയെ ഉപേക്ഷിച്ചതായി പരാതി. ഫോർട്ട് കൊച്ചി പനയപ്പള്ളി സ്വദേശിക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. പരാതിയിൽ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തു. രജിസ്ട്രേഡ് കത്തിലൂടെയാണ് തലാഖ് ചൊല്ലിയത്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ബന്ധം തലാഖ് ചെയ്ത് വേർപ്പെടുത്തിയതായാണ് കത്തിൽ പറയുന്നത്. പിൻവലിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മുത്തലാഖാണ് ചെയ്തിരിക്കുന്നത്. 1-ാം തീയതിയാണ് കത്ത് കിട്ടിയത്. പൂർണ്ണമായും ഒരു ബന്ധവുമില്ലെന്നാണ് കത്തിൽ പറയുന്നത്. ആൾക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാറി താമസിക്കുകയായിരുന്നു. അതിൽ ഒരു കേസും നിലനിൽക്കുന്നുണ്ടെന്നും യുവതി പറഞ്ഞു. യുവതി നിരവധി തവണ ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഭർത്താവുമായി വേർപിരിഞ്ഞ് മാറി താമസിച്ചു വരുന്നത്. ഇതിനിടെയാണ് തലാഖ് ചൊല്ലി എന്നുള്ള കത്ത് അയക്കുന്നത്. മുത്തലാഖ് നിരോധിച്ചതിനു ശേഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന 3-ാമത്തെ കേസാണിത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.